Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാനും അതുപോലെ തന്നെ അൺബോക്സിംഗ് ആളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ AGAROന്റെ തന്നെ ഒരു മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമർ ആണ്. അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത്. നിങ്ങൾക്ക് AGAROന്റെ ബ്രാൻഡ് നമ്മൾ കുറേ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് തന്നെ നമ്മൾ അതിന്റെ ഒരു എന്താ പറയുക എയർ ഫ്രയർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 8000 റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് എയർ ഫ്രയർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി വാങ്ങിച്ചായിരുന്നു വീട്ടിലേക്ക് വേണ്ടിയിട്ട് എയർ ഫ്രയർ. അപ്പോൾ AGAROന്റെ ബ്രാൻഡിന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അത് ഫീച്ചേഴ്സ് നമുക്ക് അതിൽ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6.5 ലിറ്ററിന്റെ കപ്പാസിറ്റി കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഫിലിപ്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 15, 13, 10ന്റെ അപ്പോൾ എന്തായാലും കൊടുക്കട്ടാ. എന്നാലും അതിൻ്റെ അത്ര ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ AGARO എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മൾ ഇതിന് മുമ്പ് അതിൻ്റെ ട്രിമ്മർ അങ്ങനെ കുറേ സംഭവം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മൾട്ടി കുക്ക് കെറ്റിലാണ് വിത്ത് സ്റ്റീമറാണ് വരുന്നത്. 1.2 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ ബോക്സാണ്, ഗ്രീൻ കളർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബോക്സ് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പരിചയപ്പെടുത്തി തരാം. 600 വാട്ടിൻ്റെ സംഭവമാണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടഡ് സംഭവം തന്നെയാണ്, ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് റീജൻസി എന്നാണ് വരുന്നത്. ഡബിൾ ലെയർ ബോഡി എന്നാണ് പറഞ്ഞിട്ട് വരുന്നത്. 2 കൊല്ലം വാറണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. നമുക്ക് മോസ്റ്റ്ലി നമ്മുടെ AGAROന്റെ എല്ലാ പ്രൊഡക്ട്സിനും 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു എക്സ്ട്രാ 6 മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഒരു 360 ഡിഗ്രി സ്വിൽ ഡിറ്റാച്ചബിൾ പവർ ബേസിന് കൊടുത്തിട്ടുണ്ട്. വൈഡ് മൗത്ത് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് ലിഡ് ആണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വേരിയബിൾ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഡയറക്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ബോക്സ് കേട്ടോ. അപ്പോൾ AGAROന്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്യാം കേട്ടോ. AGAROന്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. മൾട്ടി കുക്ക് കെറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. മോഡൽ റീജൻസി എന്ന് കൊടുത്തിട്ടുണ്ട് വിത്ത് സ്റ്റീമർ. അപ്പോൾ അതിൻ്റെ ഒരു പടം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ട്രൈപോഡും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രൈപോഡ് ഓവർഹെഡ് ട്രൈപോഡ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഷോട്ട് എടുക്കുമ്പോൾ ഓവർഹെഡ് ട്രൈപോഡ് അത്യാവശ്യമാണ്. അപ്പോൾ കപ്പാസിറ്റി ഇവിടെ കൊടുത്തിരുന്നത് 1.2 ലിറ്ററാണ്. 600 വാട്ട് തന്നെയാണ്. MRP 2500 കൊടുത്തേക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു പകുതി പ്രൈസ് വാരിങ് ആണ്. അതുകൊണ്ട് ഞാൻ പ്രൈസ് എടുത്ത് പറയുന്നില്ല. പക്ഷേ ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇമ്പോർട്ടഡ് ബൈ മാർക്കറ്റ് ബൈ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡായിട്ട് സെയിമൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡബിൾ ലെയർ ബോഡിയാണ് വരുന്നത് കേട്ടോ. ഈ സൈഡിലായിട്ട് എൻ്റെ കുറച്ച് സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഇൻ ദ ബോക്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമിംഗ് പോട്ട് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രിൽ റാക്ക് ഉണ്ട്, എഗ് ബോയിലിംഗ് റാക്ക് ഉണ്ട്. ഇതിൽ നമുക്ക് എഗ് ബോയിൽ ചെയ്യാം. സ്റ്റീമർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അതൊക്കെ ആ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. കെറ്റിലിൻ്റെ മാത്രമല്ല. അത് കാരണം ഇത് കുറച്ചൊരു സ്പെഷ്യൽ കെറ്റിൽ എന്നാണ് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്യട്ടെ. ബോക്സ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു യൂസർ മാനുവൽ ഇടുന്നുണ്ട് കണ്ടോ. ഓട്ടേ. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ള അക്സസറീസാണ് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കാം. ഇതിൻ്റെ തന്നെ ഒരു ലിഡ്, അതൊരു ഗ്ലാസ് ലിഡാണ് കണ്ടോ. ഒരു പച്ച കളർ സാധനം എല്ലാത്തിനും വരുന്നുണ്ട്, പച്ച ഓറഞ്ചായിട്ട്. ഇപ്പം ഞാൻ അത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ചെറിയ ഒരു ചെറിയൊരു പാത്രം കിട്ടുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ നമുക്ക് എഗ് ബോയിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഒരു അടിയിൽ ഓർഡറായിട്ടുള്ള ഒരു പാത്രം കിട്ടുന്നുണ്ട്. സ്റ്റീമിങ് പർപ്പസിന് ഉപയോഗിക്കാനുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് ഇതിൽ തന്നെ ഇടാം. നമുക്കിതിൻ്റെ ഉള്ളിൽ പോരട്ടെ. അപ്പോൾ നമ്മുടെ ഇതിലത്തെ അക്സസറീസ് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ വയേഴ്സ് സംഭവം കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ നമ്മുടെ എന്താ പറയുക കെറ്റിലിൻ്റെ താഴെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ വയേഴ്സാണ്. ബാക്കിയൊക്കെ സെയിമാണ്. നമുക്കിതിൽ സ്റ്റീമിംഗ് ഫീച്ചർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എഗ് റാക്ക് വേറെ സംഭവത്തിൽ എടുക്കുന്നുണ്ട്. അതിൽ തന്നെ വയ്ക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ എഗ് റാക്ക്. ഇതൊക്കെ നമുക്ക് സ്റ്റീമിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതും പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ. അത് നല്ല ക്വാളിറ്റി കേട്ടോ. സൂപ്പർ ക്വാളിറ്റി. നോക്കിയേ, നല്ല ഇടിയോട്ട് ക്വാളിറ്റി. AGAROന്റെ ബ്രാൻഡിങ്. അയ്യോ പോകല്ലേ, ഇപ്പം തന്നെ സാധനം നിൽക്ക് പോയത്. ഇത് എർത്ത് 3 പിന്നാണ് വരുന്നത്. അത് നോക്കണം നിങ്ങൾ. ഇത് നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് ഓൺ ആക്കാനുള്ള ഓഫാനുള്ള 3 സെറ്റിങ്സ് ഉണ്ട്. ഓഫ് 1, 2 ഉണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നല്ല ക്വാളിറ്റി കേട്ടോ. നല്ല ഹാൻഡിലാണ്, കുഴപ്പമില്ല. നല്ല ലൈറ്റ് വെയിറ്റും ആണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഒക്കെ ഇതിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് സ്റ്റീമർ പർപ്പസിനുള്ളതാണ് കേട്ടോ ഈ സാധനം. ഇത് നമുക്ക് ഇതിലിങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. ഉണ്ടോ.
ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തടച്ചു വയ്ക്കാം. സ്റ്റീമിങ്ങിൻ്റെ പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ അടിയിൽ വെള്ളം ഒഴിക്കുക. കണ്ടോ അപ്പോൾ സ്റ്റീമിങ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സംഭവം. ബാക്കിയൊക്കെ സെയിം നമ്മുടെ കിറ്റിലിൻ്റെ പോലെ തന്നെയാണ്. അതിൽ ജസ്റ്റിലേക്ക് ഇറക്കി വയ്ക്കുക, വയർ കുത്തുക, സംഭവം അത്രേ ഉള്ളൂ. വേറെ ലൈറ്റും സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് കാണിച്ചു തരുന്നില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ എൻ്റെ ഇത് നമ്മുടെ PC സെറ്റപ്പിൻ്റെ സംഭവമാണല്ലോ. അപ്പോൾ ഇതിലത്തെ പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ ട്രിപ്പ് ആവും. എന്താ വെച്ചാൽ ഇത്രയും പവർ കിട്ടില്ല. ഇതിന് അത്യാവശ്യം നല്ല പവറിനായിരിക്കും 600 വാട്ടിൻ്റെ പവർ വരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നമുക്കിത് കുത്തിയാൽ തന്നെ സംഭവം എടുത്ത് കാണിക്കാനുള്ള ലൈറ്റോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് അഗാരോൻ്റെ. നിങ്ങളൊരു നോർമൽ കിറ്റിൽ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കിറ്റിൽ വാങ്ങിക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് മൾട്ടിപർപ്പസ് യൂസിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാകണ്ടോ കുറേ സംഭവങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ മൾട്ടിപർപ്പസ് യൂസിന് ഉപയോഗിക്കാൻ പറ്റും. അതൊരു നല്ലൊരു സംഭവമാണ്. എന്താ വെച്ചാൽ നോർമൽ കിറ്റിലായിട്ടും നമുക്ക് യൂസ് കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ വലിയ പ്രൈസ് ഡിഫറൻസും ഇല്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇന്ത്യൻ ബ്രാൻഡാണ്. അവരുടെ വാറണ്ടി കാർഡ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടോ. പിന്നെ അഗാരോൻ്റെ വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സുകളാണ്. ഞാൻ വരെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്ട്സാണ്. അങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എനിക്കിതിൻ്റെ ഈ ലിഡിൻ്റെ കളർ സംഭവം വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് ഗ്രീൻ കളറ് നല്ല മാച്ചിങ് ആണ്. പിന്നെ അത് മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമേ പാട് വരാനും സംഭവങ്ങളൊക്കെ ഭയങ്കര അത്യാവശ്യം ഉണ്ട്. ഇതുമേ ഫുൾ മാറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇതുമേ ഡിസൈൻ നിങ്ങൾക്ക് അടുത്ത് കണ്ടായിരിക്കും ഒരു ലൈഡ് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. നല്ല ക്വാളിറ്റി സാധനം തന്നെയുണ്ട്. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ആരെങ്കിലും ഒരു സംഭവം ഇതുപോലത്തെ എന്താ പറയുക ഒരു കിറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കിറ്റിൽ വാങ്ങിച്ചാൽ മതി. നമുക്ക് മൾട്ടിപർപ്പസിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.